ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് പുട്ടും വൻപയർ കറിയുമാണ്. മക്കൾ രാവിലെ ലേറ്റായിട്ട് എഴുന്നേക്കത്തുള്ളൂ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത കാരണം കുറച്ച് ലേറ്റായിട്ട് അവർ എഴുന്നേക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഹറിബറിയായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. വളരെ സ്ലോ മോർണിംഗ് തന്നെയാണ് എൻ്റേതും. പുട്ടും വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ കൊടുത്തില്ലെങ്കിൽ രണ്ടുപേരും ഫുൾ ടൈം കാർട്ടൂണിൻ്റെ മുന്നിലായിരിക്കും. മക്കൾ ഒരു സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. ഉച്ചക്കത്തേക്കുള്ളത് തയ്യാറാക്കുകയാണ്. ഇനി ചോറും ക്യാബേജ് തോരനും സാമ്പാറുമാണ് തയ്യാറാക്കുന്നത്. ഇനി ദോശയ്ക്കുള്ള അരി വെള്ളത്തിലിടാം. ഉഴുന്നിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്താണ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. അതിൽ വെള്ളം നന്നായിട്ട് ക്ലിയർ ആകുന്നതുവരെ വാഷ് ചെയ്തിട്ട് അതിൽ അരയ്ക്കാനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒരു 6 മണിക്കൂർ കുതിർത്ത് വെക്കും. ഈസി ആയിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ്. സാമ്പാർ പരിപ്പ് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കണം. സാമ്പാർ പരിപ്പ് ഇവിടെ കുക്കായി കെട്ടിയിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കായപ്പൊടിയും സാമ്പാർ പൊടിയും വെള്ളവും ചേർത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. സാമ്പാർ കഷ്ണം വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ക്യാബേജ് തോരൻ തയ്യാറാക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ ആ ക്യാബേജ് തോരനും സാമ്പാറും തലേദിവസത്തെ മീൻകറി, മീൻ ഫ്രൈ, നാരങ്ങ അച്ചാറും കൂട്ടി ഒരു ഊണുണ്ടാൽ തികച്ചൊരു വ്യത്യസ്തമായ അനുഭവമാണ്. പ്രവാസിയും കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വൈകുന്നേരം നമ്മളൊരു മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് ഓടുന്ന കണ്ടാൽ തോന്നും മൂവി കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ്. ഒന്നുമല്ല, നമ്മൾ മൂവി കാണാൻ കയറുമ്പോൾ അവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പോപ്കോണാണ്. അവർ പോപ്കോൺ കഴിക്കാൻ വേണ്ടി മാത്രമാണ് മൂവിക്ക് വരുന്നത്. നമ്മൾ കണ്ട മൂവി കൽക്കിയാണ്, തമിഴാണ് കണ്ടത്. സൂപ്പർ മൂവിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മക്കളും അധികം ബോറടി ഇല്ലാതെ കണ്ടിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴി തന്നെ ഫുഡ്ജാനിൽ കയറി ഫുഡും വാങ്ങിച്ച് നേരെ റൂമിലോട്ട്. ഉച്ചയ്ക്ക് നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് അരച്ച് ഞാൻ സെപ്പറേറ്റാണ് അരിയും ഉഴുന്നും സെപ്പറേറ്റാണ് അരച്ച് വെക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മോന് ചെറിയൊരു കോൾഡ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കഞ്ഞിയാണ് മക്കൾക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു ടൈമിൽ ഇങ്ങനെ കോൾഡ് ഫീവറൊക്കെ ഉള്ള ടൈമിൽ പുറത്തെ ഫുഡ് അത്ര കൊടുക്കാറില്ല.
കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക്. കഞ്ഞി ഉണ്ടാക്കിയാൽ കഞ്ഞി വേണ്ട, ചോറ് മാത്രം മതി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അരച്ച് വെച്ചിരുന്ന ദോശമാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ തലേദിവസത്തെ സാമ്പാറും ഉണ്ടായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായി ഇനിയും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.